അഫ്ഗാനി കുർത്തി പാൻറ്റാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു പാൻറ്റാണിത്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നതാണ് മെറ്റീരിയൽ. ഫ്രണ്ട് പാർട്ടാണ് ആദ്യമേ കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് മുകൾ ഭാഗത്ത് നിന്ന് ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് വേണം മുകൾ ഭാഗത്ത് ഈ മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. 3 ഇഞ്ചിലാണ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇലാസ്റ്റിക്കിൻ്റെ വീതി അതിൻ്റെ ഒപ്പം തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. മുകൾ ഭാഗത്തെ ആ ലൈനിൽ നിന്ന് താഴത്തോട്ട് ലെങ്ത് അടയാളപ്പെടുത്തണം. ലെങ്ത് അടയാളപ്പെടുത്താനായിട്ട് വീഡിയോയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ ലെങ്ത് അടയാളപ്പെടുത്തുക. 33 ഇഞ്ച് ലെങ്ത്തിലാണ് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടിയാണ് മാർക്ക് ചെയ്യുന്നത്. ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ആ തയ്യൽ തുമ്പിൻ്റെ മാർക്കിലൊന്ന് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിടും. അതിനുശേഷം ഹിപ്പ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റിൻ്റെ ഒപ്പം 2 ഇഞ്ച് കൂട്ടുക. അപ്പോൾ 36 + 2 38 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ടിൻ്റെത് കിട്ടിയിരിക്കുക. അതിനെ 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് 9.5 ആണ്. അതിൻ്റെ ഒപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി 10.5 ഇങ്ങനെ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ക്രോസ് ലെങ്ത് സീറ്റ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് 9.5 ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതിനോടൊപ്പം 2 ഇഞ്ച് പ്ലസ് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് പ്ലസ് ചെയ്യുമ്പോൾ 11.5 ഇഞ്ചിലാണ് ഇവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 10.5 വീതിയിൽ തന്നെ വരുന്ന ആ പോയിന്റിൽ തന്നെ ഈ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. മുകൾ ഭാഗത്തും താഴത്തെ 10.5 പോയിന്റ് മാർക്ക് ചെയ്യുക. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് 2.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുൾ ലെങ്ത് എത്രയാണെന്ന് നോക്കണം. 10.5 + 2.5 13 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ 6.5 ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴ്ഭാഗത്ത് മാർക്ക് ചെയ്യാനായിട്ട് ആ മുകൾ ഭാഗത്തെ സെൻറ്റർ പോയിന്റിൽ നിന്ന് താഴോട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 സൈഡിലും താഴത്തെ ലൂസ് 12 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 12 ഇഞ്ചിൻ്റെ സെൻറ്റർ 6 ഇഞ്ച് വെച്ച് 2 സൈഡിലോട്ടും 6 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈഡ് ഭാഗം ഇതുപോലെ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇതുപോലെ വെച്ച് ഷേപ്പ് ചെയ്ത് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറുഭാഗം സൈഡും അപ്പുറത്തെ സൈഡും വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അത് ആ സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് ഒന്ന് വെച്ച് ഇത് വരച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക മുകളിലോട്ട്. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. തുണി 2ആയിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ ഫ്രണ്ട് പാർട്ട് ഇട്ടിട്ട് 1 ഇഞ്ച് താഴ്ത്തി വെക്കുക. 1 ഇഞ്ച് താഴ്ത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങോട്ടേക്കൊന്ന് സ്ലോപ്പ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുക.
താഴ്ഭാഗത്തെ പീസിലാണ് സ്ലോപ്പ് വരച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് 2.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സൈഡിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ആ ലൈനിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇവിടെ 2 ഇഞ്ച്, ഇവിടെ നിന്ന് 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പീസിനേലും 2 ഇഞ്ച് കൂടുതൽ ഈ സൈഡൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്താണ്, ഇവിടെ താഴ്ഭാഗത്താണ് 2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും താഴ്ഭാഗം വരെ 2 ഇഞ്ച് ഇങ്ങനെ എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പോയിന്റിൽ കൂടി ഒന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. ജോയിൻ ചെയ്തൊന്ന് വരച്ചു കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് താഴ്ഭാഗം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ വരച്ചൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പീസായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ 2 സൈഡും കൂടി ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ ബാക്ക് പാർട്ടിൻ്റെ 2 പീസിൻ്റെ സൈഡ് ഒന്ന് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതുപോലെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസിൻ്റെ സെൻറ്റർ ഭാഗം സീറ്റ് ലെങ്ത്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. സീറ്റ് ലെങ്ത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടി സൈഡ് വശം ജോയിൻ ചെയ്യുക. 2 സൈഡും കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടി ഇതുപോലെ സൈഡ് വശം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴ്ഭാഗത്ത് കൂടുതൽ വീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇതുപോലെ ചെറിയ രീതിയിൽ ബാക്കിൽ ഒരു 5 ഫ്ലീറ്റ്സും ഫ്രണ്ടിലൊരു 4 ഫ്ലീറ്റ്സുമായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇട്ടെടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഇട്ട് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഇട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 2 സൈഡും കറക്റ്റ് ഒരേ ലെവലിൽ തന്നെയാണ് മെഷർമെൻറ്റ്. കറക്റ്റായിട്ട് ഇതുപോലെ സെയിം ആയിട്ടാണ് മെഷർമെൻറ്റ്. അതിനുശേഷം താഴ്ഭാഗത്ത് പടിപ്പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു പീസ് ഇതുപോലെ 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ലെങ്ത്ത് അതിൻ്റെ സെയിം ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് ലെങ്ത്ത് നോക്കിയിട്ട് 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മറുഭാഗത്ത് വെച്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങനെ വെച്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 സൈഡും ഉൾഭാഗം ഷേപ്പ് ചെയ്യാനായിട്ട് ഈ സൈഡ് 1 ഇഞ്ച് ഉള്ളിലോട്ടാക്കിക്കൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഉള്ളിൽ കൂടി റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇലാസ്റ്റിക് ഇടാനുള്ള വീതിയിലാണ് അരവണ്ണം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് നമ്മുടെ ഹിപ്പ് റൗണ്ടിനേലും 5 ഇഞ്ച് കുറച്ചാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഉള്ളിലോട്ട് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാണ് പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക്. വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അഫ്ഗാനി സ്റ്റൈൽ പാൻറ്റാണ്. ഷോർട്ട് ലെങ്ത്താണ് ഇതാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് സൈഡ് വശം ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പോക്കറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫുൾ ഇലാസ്റ്റിക്കിലാണ് സ്റ്റിച്ച് എടുത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.